അഹമ്മദ് അൽ മഗ്രിബിന്റെ ഖാഫ് എന്ന് പറയുന്ന ഒരു പെർഫ്യൂം. ഈ പെർഫ്യൂം റിവ്യൂ ചെയ്യാനുള്ള റീസൺ എന്താന്ന് ചോദിച്ചാല്, ഒരുപാട് പേര് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു നിങ്ങൾ ആ ഖാഫിന്റെ റിവ്യൂ നിങ്ങൾ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ട്. കാരണം അഹമ്മദ് അൽ മഗ്രിബി എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പെർഫ്യൂമും കൂടിയാണ്. അവരുടെ ഒരുപാട് നല്ല നല്ല പെർഫ്യൂമുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഊദൻ റോസ്, ബിൻഷൈക്ക, അതേപോലെ തന്നെ അഹമ്മദിന്റെ മർജ്, അഹമ്മദിന്റെ ഇൽഹിയ, അഹമ്മദിന്റെ ബിദിൻ ഇസാം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രൊഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ മുന്നേടായിട്ട്. ഈ കാഫിന്റെ ഓർമ്മയിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ടിക്ടോക്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഞാൻ യൂട്യൂബ് ചാനലിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് ജസ്റ്റ് പരിചയപ്പെടുത്തിയത്. ഇപ്പൊ ഒരുപാടായിക്കൂടെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ട് ജസ്റ്റ് ഞാൻ തന്നെ ഒന്നോ രണ്ടോ നിഫ് അടിച്ച് ഇന്നിങ്ങനെ ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നെ 1-2 നിഫ് എന്നല്ല, ഒരു യാത്രയില് ഞാൻ വീടിന്ന് രാവിലെ മോർണിംഗ് വാക്കിങ്ങിനൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരു പെർഫ്യൂം ഫ്രഷ് സ്മെല്ലാണ് ഉള്ളത്. ഇന്ന് കാഫിന്റെ നോട്ട്സ് പറയാൻ മറന്നുപോയി, സോറി. പക്ക പെർഫ്യൂം സ്മെല്ലാണ്. ഫ്രഷ് മിന്റ് ഫ്രഷിന്റെ ഒക്കെ വരുന്ന ആ ഒരു പിന്നെ മാക്പോളോ സ്മെല്ലൊക്കെ ഇല്ല, അങ്ങനത്തെ ഒരു പോളോ സ്മെല്ലൊക്കെയാണ് നമുക്ക് കാര്യമായിട്ട് ഹൈപ്പായിട്ട് ഹൈലൈറ്റ് ആയിരുന്നു കിട്ടുക. ബോട്ടിലിന്റെ ഷേപ്പ് എനിക്ക് ഇഷ്ടമായി. ഇങ്ങനത്തെ ഷേപ്പാണ് ബോട്ടിൽ വരുന്നത്. എന്നാൽ റൗണ്ടും അല്ല സ്ക്വയറും അല്ല എന്ന രീതിയിലാണ്. പിന്നെ അഹമ്മദിന്റെ ലോഗോ ബോട്ടിലിന്റെ ബോക്സ് ദിമലുണ്ട്. പിന്നെന്താ പറയാ, ടോപ്പിലുണ്ട്. കണ്ടോ, ബോട്ടിലിന്റെ അറ്റോമൈസർ തിരക്കടില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. എ സി അവിടെയാണ്, അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റുണ്ടായതുകൊണ്ടാണ് നമ്മൾ അടിക്കുന്ന പെർഫ്യൂം ഈ ഭാഗത്തേക്ക് തന്നെ സ്പ്രെഡ് ചെയ്യണം കേട്ടോ. മിന്റ് ഫ്രഷ് എന്നൊക്കെ നമുക്ക് ഇതിനെ കൂട്ടി ചേർത്ത് പറയേണ്ടി വരും. കാരണം അങ്ങനത്തെ ഒരു ഫ്രഷ് സ്മെല്ലാണ് കാര്യമായിട്ട് നമുക്ക് ഇതിന്റെ ഓപ്പണിംഗ് തന്നെ കിട്ടണം കേട്ടോ. ലാസ്റ്റിങ് തരക്കേടില്ല. എന്താണെന്ന് വെച്ചാലും പിന്നെ ആ ഒരു കാര്യം, അഹമ്മദിന്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഊത് സ്മെല്ലില്, ടബാക്കോ, വുഡി സ്മെല്ലില് വരുന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് ഒരു കാരണവശാലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അവരെ മർജാണെങ്കിലും പിന്നെ മുംബൈ ഊത് ആണെങ്കിലും ബിൻഷൈഖ് ഒക്കെ ആണെങ്കിലും അങ്ങനത്തെ സ്മെല്ലാണ്. പക്ഷെ ഇത് അത് നേരെ ഡിഫറെന്റ് സ്മെല്ലാണ്, പെർഫ്യൂം സ്മെല്ലാണ് കാര്യമായിട്ട് നമുക്ക്. ആ ഫ്രാഗ്രൻസ് ആണ്, ആ നോട്ടാണ് കാര്യമായിട്ട് നമുക്ക് ഈ കാഫ് എന്ന് കിട്ടുക. കാഫ് എന്നുള്ള പേരിലാണ്. ജ്യൂസിന് ചെറിയതായിട്ട് ബ്ലൂ ഷെയ്ഡ് ഉണ്ട് ഇല്ലേ, കാണുന്നില്ലേ? ചെറിയതായിട്ട് ബ്ലൂ ഷെയ്ഡ് ജ്യൂസിന് നമുക്ക് കാണുന്നുണ്ട്, പെർഫ്യൂം ലിക്വിഡിന് കാണുന്നുണ്ട്. ഗോൾഡ് വൈറ്റ് ഒക്കെയാണ് ഇതിൽ അവർ കളർ ആഡ് ചെയ്തിട്ടുള്ളത്. ബോട്ടില് ഒരു ഓഫ് വൈറ്റ് ആണ്, ടോപ്പിന് ഒരു ഗോൾഡ് ബോർഡർ. അത് ബോക്സിലാണോ, സോറി ഇതിലാണ്, കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഇതിന്റെ ഡീക്കന്റ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ലാസ്റ്റിങ്ങിന്റെ കാര്യം 4 to 3 മണിക്കൂർ പൊതുവെ എല്ലാ പെർഫ്യൂമിനും പറയുന്ന ക്വാളിറ്റി നമുക്ക് ഇതിനും പറയാൻ കഴിയുന്നുള്ളൂ. ഞാൻ നോക്കി ലാസ്റ്റിങ്ങിന്റെ കാര്യം, പ്രൊജക്ഷൻ തിരക്കില്ലാതെ 2 hourന്റെ മുകളിൽ നല്ല പ്രൊജക്ഷൻ ഉണ്ട്. പെർഫ്യൂം സ്മെല്ല് അഹമ്മദിൽ നോക്കുമ്പോൾ നല്ല ഫ്രാഗ്രൻസ് ആണ്, തിരക്കിടില്ല. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ഓക്കെ, ബൈ. ഈ വീഡിയോകൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.